CPM-ന്റെ അക്രമം വെച്ച് ഈ രീതിയിലൊന്നും അല്ല. സുരേഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരും അടക്കം. അന്ന് KSRTC ബസ്സിന് ആ പുറകിലെ ഡോർ മാത്രം, ഫ്രണ്ടിലെ ഡോറില്ല, അതിപ്പോഴും ഇല്ല. ആ വാഹനത്തിന്റെ അകത്ത് KSRTC ബസ്സിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേര് അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പൊള്ളലേറ്റു. അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ ഒരു നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. അതുപോലൊരു അക്രമമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ട് വെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്. പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല.